ചാനൽ എന്താ ചിരിക്കുന്നത് കാവ്യ? ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ആണ്. അപ്പൊ അവളെ ഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയാ ഇതിന്, ഫ്രോക്ക്. കുറച്ച് ലോങ് ഫ്രോക്ക് ആണ്. അപ്പൊ ഇഞ്ഞിരുന്നോ? അപ്പൊ ഇതിന് പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയിരിക്കില്ലേ കാവു? ഓക്കെ, അപ്പൊ വേണിയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സെറ്റല്ലേ? ഇനി എന്നെ മനസ്സിലായെന്ന് പറയരുത്, ഇതാണ് എന്റെ ശരിക്കുള്ള മുഖം. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ടോണറാണ്. ടോണറിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ റിക്യൂലിൻ്റെ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. നന്നായിട്ട് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടോണർ നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ടോണർ എന്തായാലും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. മോയ്സ്ചറൈസർ ഞാൻ ഇൻവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. അതിനുശേഷം നമ്മൾ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സൺസ്ക്രീൻ ഞാനിവിടെ ന്യൂട്രിജിനയുടെയാണ് സൺസ്ക്രീൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നൈസായിട്ട് വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ട് വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഓക്കെ ആയിട്ട് വരും. അതിനുശേഷം നമ്മളൊരു എസൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നൈക്കയുടെ ആണ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിൻ്റെ നെയിം ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രൈമറാണ് എടുത്തിട്ടുള്ളത്. പ്രൈമറിന് വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫോട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറാണ് എടുത്തിട്ടുള്ളത്. അത് എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ ഫേസിൻ്റെ ചീക്സിൻ്റെ ഏരിയാസ്, അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഏരിയാസ്, നോസിൻ്റെ ഏരിയാസ്, അവിടെയൊക്കെ നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി അമർത്തി ബ്ലെൻഡ് ചെയ്യണ്ട കേട്ടോ. നൈസായി സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡായി ഓക്കെ പൊക്കോളും. ചിലതിനൊക്കെ പറഞ്ഞ പോലെ വൈറ്റ് കാസ്റ്റ് ഒക്കെ വരും, പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നൈസ് അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് ഈ ഒരു എന്താ പറയുക വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് എന്ന് പറയുന്ന ഫേസ് പ്രൈമർ. അതിനുശേഷം ഞാൻ ഇവിടെ വെറ്റ് ആൻഡ് വൈൽഡ് തന്നെ ഒരു കളർ പാലറ്റാണ് എടുക്കുന്നത്. അതിൽ നിന്ന് റോസ് ഷെയ്ഡ് എടുത്തിട്ട് അണ്ടർ ഐ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാവൂനാണെങ്കിൽ നൈസായിട്ട് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺസീൽ വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് ആ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് ഫെയ്ഡാക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഒരു സ്പഞ്ച് വെച്ചിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ എടുക്കുന്നത്, ഞാൻ ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. കൺസീലറിന് ഞാനിവിടെ ലോട്ടസിൻ്റെ ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അണ്ടർ ഐയുടെ അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കൺസീലർ. പിന്നെ കണ്ണിൻ്റെ മുകളിലത്തെ ഏരിയാസിൽ ഒന്ന് നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഐ ഷാഡോസൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ് കിട്ടും. ഞാനതുപോലെ തന്നെ ഈ സെയിം സംഭവം എടുത്തിട്ട് അപ്പുറത്ത് കണ്ണിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു കോമ്പാക്റ്റ് എടുത്തിട്ട് സ്പഞ്ചിൽ നൈസായി ഡിപ്പ് ചെയ്തിട്ട് ആ കണ്ണിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് അതിന് അമർത്തി ചെയ്യേണ്ട, നൈസായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഞാൻ ഇവിടെ ഐ ഷാഡോന് വേണ്ടി എടുക്കുന്നത് യൂറോപ്പ് ഗേളിൻ്റെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അഫോർഡബിൾ നല്ല അടിപൊളി പിഗ്മെൻ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ ആണ്. അതിൽ നിന്നൊരു ലൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസിൻ്റെ അവിടെയൊക്കെ നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീസിൻ്റെ അവിടെ ഞാൻ ഓവറോൾ നൈസായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നൈസായിട്ടൊരു പീച്ച് കളറാണ് എന്ന് തോന്നുന്നു. ആ ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷനിൽ മാത്രം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആ ഏരിയയിൽ നൈസായിട്ടൊരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ബ്രൗൺ കൊടുത്തിട്ട് നന്നായിട്ട് ആ ഏരിയയിൽ മാത്രമായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ആ ഷെയ്ഡ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കണ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടോ, 2 കണ്ണിലും ഞാൻ ഈ ഐ ഷാഡോ സെയിം പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ ഐ പെൻസിലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ലാക്മേയുടെയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ സ്മഡ്ജ് ചെയ്യാനാണ് പോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് വരണം എന്നില്ല. അതിന് ശേഷം നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ആ മുകളിലത്തെ ഏരിയാസിലൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നൈസായിട്ടൊരു സ്മഡ്ജ് ലുക്കും കിട്ടും. പക്ഷെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഐ മേക്കപ്പ് ഇപ്പോൾ ഈ ഇടയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നത്തില്ല. അതിനുശേഷം ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഐ ഷാഡോ സെയിം കളർ എടുത്തിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്മഡ്ജ് ചെയ്തിട്ടുള്ള ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കണ്ണ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, 2 കണ്ണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷൻ വാട്ടർ ലൈനിൽ നൈസായിട്ടൊന്ന് ഭയങ്കര ഡാർക്കണാക്കുന്നില്ല, നൈസായിട്ടൊന്ന് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ണ് നമ്മൾ നൈസായിട്ടൊന്ന് എഴുതി കൊടുക്കുക. ഓവറായിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ടിൽ എഴുതി കൊടുക്കാം, നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ സെയിം ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലത്തെ വാട്ടർ ലൈനിൽ കൊടുത്ത പോലെ തന്നെ നൈസായിട്ടൊന്ന് അടിയിലൊന്ന് ഇങ്ങനെ നൈസായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് എഴുതി കൊടുക്കുക. അതാകുമ്പോൾ കണ്ണ് നല്ല ഡിഫൈൻ ആയിട്ട് നമുക്ക് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെയ്ബിളിൻ്റെ ഫിറ്റ്മിയും പിന്നെ അതുപോലെ ലോറിയലിൻ്റെ ഫൗണ്ടേഷനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടി. എനിക്കത് ഈ ഫൗണ്ടേഷൻ്റെ സംഭവം ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ, കാരണം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള കവറേജും കിട്ടുന്നുണ്ട്. നിങ്ങൾ നൈസായിട്ട് അഫോർഡബിൾ അല്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം ആയിട്ടുള്ള നമ്മൾ സ്കിൻ കെയറിൽ ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻസൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഈ സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ച് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പഞ്ച് വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുക. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്പഞ്ച് വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്പഞ്ച് ഒന്ന് നൈസായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതാകുമ്പോൾ ഇങ്ങനെ പാച്ചസ് ആയിട്ട് കിടക്കത്തില്ല. അതിനുശേഷം ഞാൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് എടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള മെബിലിൻ്റെ കോമ്പാക്റ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, അത് ജസ്റ്റായിട്ടൊന്ന് ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓയിൽ വരുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ കോണ്ടോറിന് എടുത്തിട്ടുള്ളത് ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഫൗണ്ടേഷന് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, ഞാൻ കോണ്ടോറിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കോണ്ടോറിങ്ങിനൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഫൗണ്ടേഷനാണിത്. ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാനിത് നമുക്ക് ബ്രൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട് കേട്ടോ. ചിലതൊന്നും ഇങ്ങനെ ഭയങ്കര പാച്ച് ചെയ്ത് നിൽക്കും, പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ബ്ലെൻഡായി പോകുന്നുണ്ട്. ഇതേ കൊണ്ട് തന്നെ നൈസായിട്ട് നമ്മൾ നോസ് കോണ്ടോറും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്കൊരു സംഭവം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല, നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഡെയിലി കൊടുക്കാം. പക്ഷേ ഇത് നമ്മൾ ഇത്ര അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ സ്പഞ്ച് എന്ത് എടുത്തിട്ടാണെങ്കിലും നൈസായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഒരു അടയാളം പോലെ അവിടെ ഇങ്ങനെ കിടക്കും.
അതിനുശേഷം നമുക്ക് നോസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നൈസായിട്ടൊരു നല്ല ഗ്ലോ പോലെ ഉള്ളൊരു ലുക്ക് കിട്ടും. നൈസ് ബ്ലഷ് മാത്രം ഇട്ടാൽ മതി, അപ്പോൾ തന്നെ ഒരു നൈസായിട്ടുള്ളൊരു എലഗൻറ്റ് ലുക്ക് കിട്ടും. അതിനുശേഷം ഇവിടെ ഐബ്രോ യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, മറ്റേ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണെന്ന് തോന്നുന്നത്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് കഴിയാറായി. പക്ഷേ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. നിങ്ങൾക്ക് അത്ര 120-150 റുപ്പീസ് എങ്ങാണ്ടുള്ളൂ. അതിൽ തന്നെ ഒരു നൈസ് ഒരു പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്, സ്പൂലി പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അത് ഞാൻ ഇത്രയും യൂസ് ചെയ്ത് ഭയങ്കര ചെറുതായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ എന്താ പറയുക, പൗഡേഴ്സിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ഇങ്ങനെ പെൻസിൽ ഐറ്റംസാണ്. അതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ പറ്റും. അതിനുശേഷം ഞാൻ അവിടെ മസ്കാര എടുക്കുന്നുണ്ട്. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഫേസസിൻ്റെ ഒരു മസ്കാര ആണ് ഞാൻ എടുക്കുന്നത്. ഈ മസ്കാര പേഴ്സണലി കുഴപ്പമില്ല, പക്ഷെ എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നിങ്ങൾ കുറച്ചൊരു സെറ്റായിട്ടുള്ള മസ്കാര നോക്കുന്നുണ്ടെങ്കിൽ ലോറിയൽ പാരീസിൻ്റെ നല്ല അടിപൊളി മസ്കാരയാണ്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മുടെ ലാഷസൊക്കെ നല്ല അടിപൊളിയാക്കും. അത് നല്ല സൂപ്പറാണ്. ഇതും കുഴപ്പമില്ല, അഫോർഡബിളാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോറിയലിൻ്റെ അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെ ഹൈലൈറ്റർ എടുക്കുന്നുണ്ട്. ഹൈലൈറ്ററിന് ഞാനിവിടെ മേബലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള പിഗ്മെൻ്റ് ആയിട്ടുള്ളൊരു ഹൈലൈറ്ററാണിത്. നല്ല എന്താ പറയുക, ഒരൊറ്റ ഒരു സ്വൈപ്പ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇത് കിട്ടും. നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു സംഭവം കിട്ടും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലിറ്റർ പാർട്ടിക്കിൾസും അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുള്ളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേബലിൻ്റെ ഒരു ഹൈലൈറ്ററാണിത്. അതുപോലെ തന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. അതിനുശേഷം അവിടെ ലിപ് ബാം എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, നൈക്കയുടെ ലിപ് ബാമാണ്. അതിൻ്റെ കളർ നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെ ലിപ്സ്റ്റിക്കായിട്ട് എടുത്തിട്ടുള്ളത്, ലിപ്സ്റ്റിക്കല്ല, അതിന് മുമ്പ് ഞാൻ അവിടെ ലിപ്പ് ലൈൻ ചെയ്യാൻ ലൈനർ നോക്കിയിട്ട് നല്ല കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ലിപ്പ് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം, ലിപ്പ് ലൈനർ ഇല്ലെങ്കിൽ കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു മേബലിൻ്റെ ഒരു ലിപ്പ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ നെയിമൊക്കെ ഞാൻ ഇടയിൽ മെൻഷൻ ചെയ്യാം. നല്ലൊരു റെഡ് ടിൻ്റായിട്ടുള്ളൊരു ലിപ്പ് ഷെയ്ഡാണിത്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ലിപ്പ് ഷെയ്ഡ്. ഇതും ഭയങ്കര അഫോർഡബിളാണ്. അറൗണ്ട് 200 or 300 അങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. നല്ലൊരു കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു റെഡ് കളറാണിത്. അതിനുശേഷം ഇവിടെ ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു പൊട്ട്. അതിനുശേഷം ഞാൻ മുടി നൈസായിട്ട് കേൾ ചെയ്തു. അത് ഫുള്ളായിട്ട് കേൾ ചെയ്തില്ല, അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ കേൾ ചെയ്തിട്ടുണ്ട്. ആ കേളിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു ആ കേളിങ്. അതിനുശേഷം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നൈസായിട്ടൊരു ഹെയർ സ്റ്റൈലാണ്. ഹെയർ ക്ലിപ്സ് ഒന്നുമില്ല. എൻ്റെ ഒരു മേക്കപ്പ് ലുക്കിലാണെങ്കിലും ഹെയർ ക്ലിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഹെയർ ക്ലിപ്സൊക്കെ വാങ്ങി വെക്കണം. ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്സൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഹെയർ ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തത്. പക്ഷേ കേൾ ചെയ്ത മുടി ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് ബാക്കിലായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഇർക്കിലി സ്ലൈഡൊക്കെ നമുക്ക് ഇതിന് പകരമായിട്ട് കൊടുക്കാം. ഞാനിവിടെ ടിക് ടാക്കാണ് എൻ്റെ കയ്യിൽ കിട്ടുക. ആകെ ഇങ്ങനത്തെ ക്ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്ക് സൈഡൊന്നും ആരും കാണാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നൈസായിട്ട് പീക്കോക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കൊടുത്തത്. അത് ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഈ ഒരു കമ്മൽ നല്ല അടിപൊളിയായിട്ട് പോവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കമ്മൽ കൊടുത്തത്. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പീക്കോക്ക് അടിയിൽ ഇങ്ങനെ ജസ്റ്റ് പേൾസൊക്കെ ആയിട്ട് വരുന്നൊരു ഇയറിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് പേഴ്സണൽ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അടിയിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.